നിഖിൽ നാഗേഷ് ഭട്ട് കഥ എഴുതി സംവിധാനം ചെയ്ത് ലക്ഷ്യ, രാഘവ് ജുവൽ, അർഷ് ഛായ, തന്യ മണിത്തല, ആശിഷ് വിദ്യാർത്ഥി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച കിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര മൂവിയാണ്. എന്ന് വെച്ചാൽ ഹിന്ദി സിനിമയിൽ കുറേ കാലത്തിന് ശേഷമാണ് നല്ലൊരു സിനിമ വരുന്നത്. ഒരു മാസ് അടി മൂവിയാണ്, സൂപ്പർ മൂവിയാണ്, ഭയങ്കര ത്രില്ലിങ്ങാണ് സിനിമ. ഈ സിനിമ ഫുള്ളൊരു ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സിനിമ. ത്രില്ലിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും, അത്രയും ത്രില്ലിങ്ങാണ്, അത്രയും അടിപൊളി മൂവിയാണ്. പിന്നെ സിനിമയത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് അടിപൊളിയാണ്. അതെന്ന് വെച്ചാൽ വില്ലന്മാരും അടിപൊളിയാണ്, അതുപോലെ തന്നെ നായകനും അടിപൊളിയാണ്. രണ്ടാളും കട്ടക്കാണ്, അത്രയും സൂപ്പർ മൂവിയാണ്. സിനിമൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ട്രെയിൻ റോബറിയാണ്. ഭയങ്കര ക്രിമിനൽസ്, കുറേ ക്രിമിനൽസ്, യാതൊരു മയമില്ല, കണ്ണിച്ചോരയില്ലാത്ത ക്രിമിനൽസ് എന്ന് പറയില്ലേ, ഫുള്ള് ചോരയും വയലൻസും, അങ്ങനെയാണ് സിനിമ. ആ നായകന് സെയിം ട്രെയിനിൽ തന്നെ ഉണ്ട്. ആ ട്രെയിനിൽ തന്നെ ഒരു വലിയ റിച്ച് ആളുടെ മകളായ നായികയുണ്ട്. പിന്നെ നായകനൊരു സോൾജറാണ്. നായകനായിട്ട് വരുന്നത് ലക്ഷ്യ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലൻ വേഷം ചെയ്ത രാഘവ് ജുവൽ എന്ന് പറഞ്ഞ ആളും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആശിഷ് വിദ്യാർത്ഥി വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് വില്ലന്മാരുണ്ട് സിനിമയിൽ, ഒരു നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു സിംഗിനെ പോലത്തെ ഒരു ചങ്ങായി ഉണ്ട്. ആ ചങ്ങായി ഭയങ്കര ബോഡിയുള്ള ഒരു ചങ്ങായിയാണ്, ഭയങ്കര ഫൈറ്റിംഗ് ആണ്. വില്ലന്മാർ കട്ടക്കാണ്, അത്രയും നല്ല ഫിലിമാണ്. പിന്നെ സൂപ്പർ ഡയറക്ഷനാണ്, സൂപ്പറായിട്ടുണ്ട്, കൊല്ലം മാസ് എന്ന് പറയാം. പിന്നെ ഈ ഒരു കുടുംബത്തിൽ ഒന്നായിട്ട് റോബറിക്ക് ഇറങ്ങിയ പോലെ ഉണ്ട്. വില്ലന്മാരിൽ ഒരാൾക്കാർ കുത്തേറ്റ് മരിക്കുമ്പോൾ ഈ കൊല്ലപ്പെടുമ്പോൾ ഒക്കെ അവരുടെ ഫീലിങ്സ് ഭയങ്കരമാണ്. അവരെ മാമനും മച്ചാനും കുടുംബക്കാരും ഒക്കെ എല്ലാവരും കൂടി കൂട്ടത്തോടെ റോബറിക്ക് ഇറങ്ങിയിരിക്കണതാണ്. അതുകൊണ്ട് അവരച്ഛന്, അവരെ സഹോദരന്മാരോ, അങ്ങനെ ഒരു വലിയ ഒരു ഗ്രാമം മൊത്തമുള്ള കുടുംബക്കാരൊന്നായിട്ട് ട്രെയിനിൽ കയറി റോബറിയും കൊലപാതകയും ഒക്കെ കൂടി ചെയ്യണം. അപ്പോൾ അവരിൽ ഓരോൾക്കാർ മരിച്ചു വീഴുമ്പോൾ അവർക്ക് ഭയങ്കര ഫീലിംഗാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ വില്ലന്മാരെ കൊല്ലാൻ നമുക്ക് തന്നെ തോന്നും. അങ്ങനെ കൊല്ലുമ്പോൾ നമ്മൾ തന്നെ രോഷം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ, അവനെ കൊല്ലണം എന്നുള്ള ഒരു തരം രോഷം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, അപ്പോൾ സെക്കൻഡ് ഹാഫോ അതിലുപരി സൂപ്പറാണ്. സിനിമ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ചോര, വയലൻസ് ഒക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ സിനിമ കാണരുത്. കാരണം അത്രയും ക്രൂരതാണ് ഈ സിനിമയുള്ളത്. അല്ലാതെ സിനിമ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഈ സിനിമ കാണുക. സൂപ്പറും സിനിമ, അത്രയും നല്ലൊരു സിനിമ, അടിപൊളി സിനിമ ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.